ഞാനിപ്പോൾ ഉള്ളത് GT ഓട്ടോസ് നമ്മുടെ ലൈജു ചേട്ടൻ്റെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ ഒരു വർക്ക്ഷോപ്പിന് മുമ്പില്ല. ഇത് വർക്ക്ഷോപ്പ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ നമ്മുടെ പ്രീമിയം കാർ ആയിക്കോട്ടെ, സാധാരണ കാർ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ സർവീസിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ICUവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഈ ഒരു വർക്ക്ഷോപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മളുടെ വണ്ടി എന്ത് പണിയുന്നു, എങ്ങനെ പണിയുന്നു എന്ന് കാണാൻ പറ്റും. ആദ്യം ചുമ്മാ നമുക്ക് ജസ്റ്റ് ഈ വർക്ക്ഷോപ്പ് ഒന്ന് കണ്ടിട്ട് വേറൊരു കാര്യത്തിലേക്ക് വരാം. വാ. പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിന് യാതൊരുവിധ പണിയുമില്ലാതെ 1,00,000 ചില്ലുവാനം കിലോമീറ്റർ ഓടിച്ചു. ചെറിയ ചെറിയ സർവീസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് ഈ വണ്ടി ഒന്ന് വൃത്തിയാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കാണ്. ഇത് എത്രത്തോളം വൃത്തിയാവും, 10 വർഷമായിട്ടുള്ള വണ്ടിയാണ്. ഇത് എങ്ങനെ വൃത്തിയാവും എന്നുള്ളത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വർക്ക്ഷോപ്പ് മൊത്തം ഒന്ന് കാണാം. ഇവിടെ കിടക്കുന്ന വണ്ടികൾ നിങ്ങൾ നോക്കിയറിയാം. ഇതൊരു UP രജിസ്ട്രേഷൻ വണ്ടിയാണ്, ബെൻസ് തന്നെയാണ്. ഒരു BMW മോളിൽ കയറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബെൻസ് അവിടെ കിടക്കുന്നുണ്ട്, ഒരു ബെൻസ് ഇത് അവിടെ കിടക്കുന്നുണ്ട്, ഒരു ബെൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഡൽഹി ഒന്നുമല്ല, എറണാകുളമാണ്. ഒരു BMW അവിടെ ഉണ്ട്, വീണ്ടും ഒരു BMW ഇവിടെ ഉണ്ട്. ദാ ഒരു ഓടി കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സ്കോഡ ഉണ്ട്. അപ്പോൾ തന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാം. യാതൊരു പ്രൊമോഷൻസും ഇല്ലാതെ തന്നെ ഈ ലൈജു ചേട്ടൻ്റെ കഴിവ് അല്ലെങ്കിൽ ലൈജു ചേട്ടൻ്റെ ഉത്തരവാദിത്വം കണ്ടറിഞ്ഞ് ഇവിടെ ഓണേഴ്സ് തന്നെ ഏൽപ്പിച്ചേക്കുന്ന വണ്ടികളാണ്. എല്ലാ രീതിയിലുള്ള പണിയും വൃത്തിയായിട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനോടും അദ്ദേഹം ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യവും നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. വാ. അപ്പോൾ വണ്ടി ആദ്യമുള്ള സസ്പെൻസ് ആദ്യമേ പൊട്ടിക്കാം. നമ്മുടെ GK വണ്ടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ ഗംഭീരമായിട്ട് പറഞ്ഞ ലൈച്ചേട്ടൻ. ഞങ്ങൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ മറന്നുപോയായിരുന്നു. ശരിക്കും നമ്മൾ ഈ ബെൻസ് ഷോറൂമിൽ നിന്ന് മേടിച്ചപ്പം ബ്ലോഗ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളതിൻ്റെ നമ്മളൊരു വണ്ടി മേടിച്ചൊന്നും ആരും പറഞ്ഞു പരിപാടി ഒന്നും നടത്തിയിട്ടില്ല. അന്ന് സർവീസിൻ്റെ രജിസ്റ്റർ അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വിളിച്ചാലായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു, എല്ലാം ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ലൈജുവിൻ്റെ അടുത്ത് നമ്മുടെ എൻ്റെ വണ്ടി ഒരു 4-5 വർഷമായി അത്യാവശ്യം വന്ന ലൈജുവിനെയാണ് ഏൽപ്പിക്കാറുള്ളത്, ലൈജു ചേട്ടനെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഇത്തവണ വണ്ടി കൊണ്ടു തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വണ്ടി ചേട്ടൻ വേണ്ട. ഇത്തവണ വണ്ടി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വണ്ടി ഗംഭീരമാക്കിയേ തിരിച്ചു തരത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നാണോ ഈ വണ്ടി ഞങ്ങൾ ഷോറൂമിൽ നിന്ന് വാങ്ങിയത്, അന്ന് രാജശ്രീ മോട്ടോഴ്സ് ആയിരുന്നു. അതേ കണ്ടീഷൻ വണ്ടി കണ്ടു എന്നുള്ളത് വലിയ സന്തോഷം. ഭയങ്കരമായി ഈ വണ്ടി റീഫർബിഷ് ചെയ്തു, ഭയങ്കരമായി ക്ലിയറായി. അല്ല, വണ്ടി മാറ്റി മേടിക്കാനുള്ള തീരുമാനം വരെ മാറ്റി. അതെ, വലിയൊരു വണ്ടിയിലേക്ക് ഉടനെ മാറേണ്ട തീരുമാനം വരെ. ഇപ്പം താങ്ക് സാറിൻ്റെ ഒരു ഞങ്ങളായിട്ടുള്ള ഡിസ്കഷനും ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും. ലൈച്ചേട്ടാ, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സർവീസ്? ഞാൻ വിചാരിച്ചത് എല്ലാ വണ്ടികളും ഉണ്ടെന്നാണ്. പ്രീമിയം വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ പ്രീമിയം വണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എക്സോട്ടിക് കാർസും ഇതിൻ്റെ എല്ലാതരം പാർട്സുകളും അവൈലബിലിറ്റി ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ ലാസ്റ്റ് 20 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ്. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ അറൗണ്ട് 23 years ആയിട്ട് നമ്മൾ ഓൺ ഗ്യാരേജ് റൺ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എൻജിൻ വർക്ക് തൊട്ട് സസ്പെൻഷൻ, സർവീസ്, എല്ലാം ബ്രേക്ക് A to Z വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ സൈഡിൽ ഇവിടെ ഫുൾ സിഗ്നലാണ്. നമ്മളിപ്പോൾ ബോഡി ഷോപ്പ് സ്റ്റാർട്ട്. എൻ്റെ ഒരു രണ്ടാമത്തെ സുഹൃത്തിൻ്റെ വണ്ടിയും ഇവിടെ തന്നെ ഉണ്ട്. അത് വേറൊരു വർക്ക്ഷോപ്പിൽ പണിയാൻ കൊടുത്തിട്ടും ഇവിടെ വീണ്ടും വന്ന വണ്ടിയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരു വണ്ടികളുടെ ഒരു മെഡിക്കൽ കോളേജായിട്ട് നാളെ ഇത് അറിയപ്പെടട്ടെ. ലൈച്ചേട്ടന് എല്ലാവിധ ആശംസകളും. അപ്പൊ കൂടുതൽ എന്ന് വെച്ചാൽ റേറ്റ് ആണല്ലോ ഇനി ഏറ്റവും വലിയ കാര്യം. അപ്പൊ റീസണബിൾ ആയിട്ടുള്ള മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതൊരു ഹൈലൈറ്റും കൂടിയാണ്. ഈ യൂസ് ചെയ്യണം മൊത്തം ജർമ്മൻ പ്രൊഡക്റ്റ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യണത്. പിന്നെ എന്തെങ്കിലും കിട്ടാതെ ആകുമ്പോൾ മാത്രം നമ്മൾ അതർ ബ്രാൻഡ് ചോയ്സ് ചെയ്യും. പിന്നെ ഒറിജിനലിലോട്ട് കൂടുതൽ നമ്മൾ പറയാറുണ്ട്. ചില കമ്പോണൻസ് ഒറിജിനൽ മാത്രം വെയർ ചെയ്താലാണ് വണ്ടിക്ക് ലൈഫും ബാക്കി പ്രൊഡക്റ്റിൽ അതിന് ക്വാളിറ്റി സർവീസ് കിട്ടും. ഓക്കെ, താങ്ക് യു സതീഷ് ഭായ്. യെസ്, എല്ലാ ആശംസകളും. സപ്പോർട്ടിനും ബാക്കി എല്ലാത്തിനും താങ്ക് യു. അതിന്റെ മുമ്പത്തെ പിക്ചേഴ്സ് കാണിക്കണോ?
അപ്പോ വൺസ് അഗൈൻ വീണ്ടും നമ്മുടെ അടുത്ത് വണ്ടി നമ്മുടെ മുമ്പിലെത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓ നമ്മുടെ നമ്പർ പ്ലേറ്റ് മാറ്റി കമ്പനിയുടെ പരസ്യം വെച്ചിട്ടുണ്ട്. ആ ക്ലാസിക് ലുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതും മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് റബ്ബ് ചെയ്ത് നല്ല ലെവലായിട്ടുണ്ട് അല്ലേ, പോളിഷ് ചെയ്താണല്ലേ, പോളിഷ് ചെയ്ത് നല്ല ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവര് എല്ലാം മെക്കാനിക്കൽ വർക്ക് ചെയ്യും. വണ്ടി നല്ല ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് മുന്നോട്ടെടുത്ത് നോക്കാം. ടൈൽ ലാമ്പൊക്കെ പൊട്ടിയതായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ടയറും പുതിയത് ചെയ്തിട്ടുണ്ട്. കമ്പനി ഒറിജിനൽ ടൈൽ ലാമ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബ്രാൻഡ് ന്യൂ ആക്കിയിട്ടുണ്ട്. GT ഓട്ടോസിൻ്റെ റിസപ്ഷൻ. ഇവിടെ നമുക്ക് സർവീസ് ബുക്ക് ചെയ്യാം. ഇവർ നിങ്ങളെ സേവ് ചെയ്യും. ഇതിവരുടെ കസ്റ്റമർ ലോഞ്ചാണ്, ബില്ലിംഗ് ആണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്നത് കുഞ്ഞപ്പനാണ്. അല്ല, കുഞ്ഞിയായിരുന്നു. ഇതെല്ലാം മാറിപ്പോയില്ല ദൈവമേ. അപ്പം ഇവിടെ നമുക്ക് വിശ്രമിച്ചുകൊണ്ട് വണ്ടിയുടെ പണി കാണാം. നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടി പണിയുന്ന ആളാണ്. ഞാൻ കണ്ടെത്തിയ എറണാകുളത്തെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് ലൈജു ചേട്ടൻ. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. താങ്ക് യു.